ഇപ്പോൾ ഡൈനമോ ഷേപ്പിലാട്ടോ ഇത് ബിൽഡിങ് അല്ല ഫില്ലർ വരുന്നത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു പുതിയ വീഡിയോ ആണ്. നമ്മൾ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് കിയാറ്റൂരിന്ന് ഒരു 4 മാസം ശേഷം ഞാൻ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ ഭാഗമാട്ടോ ഇത്. ഇത് പോകുന്നത് നമ്മൾ നേരെ കുപ്പത്തേക്കാണ്. അപ്പോൾ ഇവിടുത്തെ വർക്ക് ഒരു 5-6 മാസം കൊണ്ടൊന്നും നടക്കില്ല. എന്നുവെച്ചാൽ അത്രയും റിസ്ക്കുള്ള പണിയാണ് ഇവിടെ. എന്നുവെച്ചാൽ ഇത്രയും മണ്ണ് ഇളകി പോകുന്നുണ്ട്. മണ്ണ് ഇപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ ഇവിടെ മണ്ണ് ഇങ്ങനെ ഇളകി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും റിസ്ക് പിടിച്ചിട്ട് പണിയാണ് ഇവിടെ. എന്നുവെച്ചാൽ മണ്ണ് മഴ പെയ്തുകൊണ്ട് ഇടിഞ്ഞിടിഞ്ഞ് വരുമെന്ന്. എത്രയും മണ്ണ് ഇടിഞ്ഞെന്ന് പറയുന്നില്ല. അപ്പോൾ മുമ്പേ ചെയ്തിട്ടുണ്ട്. ഇതിൽ അങ്ങോട്ട് വണ്ടി എടുത്ത് ഞാൻ പോയിട്ട് വീഡിയോ ചെയ്തായിരുന്നു. ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇപ്പം മൊത്തം മണ്ണിടിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് നടന്നിട്ട് പോകുമ്പോൾ എല്ലാം ഇട്ടേട്ടോ. ഞങ്ങനെ ദൂരത്തുനിന്ന് കാണിച്ചാലാണ് അങ്ങോട്ട് അടുത്തോട്ട് പോകാൻ പറ്റില്ല. അവർ താമസിക്കുന്ന റൂമല്ല കേട്ടോ. നമുക്ക് അങ്ങ് അങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇന്നലെ മഴ പെയ്തുകൊണ്ട് നന്നായിട്ട് മണ്ണിടിച്ചിലുണ്ടാവും. അപ്പോൾ നമുക്ക് ദൂരത്ത് ഇങ്ങനെ കാഴ്ചകൾ കാണാൻ മാത്രമേ പറ്റൂ കേട്ടോ. ഇത് നേരെ പോയാൽ നമ്മൾ കുപ്പം എത്തും. ഇവിടെ നേരെ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോൻ്റെ കിയാറ്റൂർ ബ്രിഡ്ജ്. അപ്പോൾ ഇവിടുത്തെ വർക്ക് ഒരു വർഷം കയ്യിലും തീരുവില്ലാന്ന് തോന്നുന്നു. അത്രയും വലിയ കൊന്നിടിച്ചിട്ട് അപ്പം മണ്ണിടിച്ചിൽ നല്ലോണം ഉണ്ട്. വേറെ വർക്കിന് ഫുള്ളായി നടക്കാൻ പറ്റുന്നില്ല കേട്ടോ. ചില ഭാഗത്ത് കരിങ്കല്ലുണ്ട്, ചില ഭാഗത്ത് ഫുൾ മണ്ണ് മാത്രമേ ഉള്ളൂ. കാണുന്നുണ്ടാവും. അപ്പോൾ ക്യാമറയിൽ അത്ര ക്ലാരിറ്റി കിട്ടുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അങ്ങോട്ട് പോയി നിൽക്കാൻ പറ്റില്ല, മണ്ണിടിച്ചിലുണ്ടാവും കേട്ടോ. അപ്പോൾ അത്ര കുറച്ച് ദൂരം നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അപ്പുറ സൈഡിൽ നിന്ന് മുമ്പ് വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ. എന്താ കുറച്ച് ഭാഗം കരിങ്കല്ല്, പിന്നെ അങ്ങോട്ട് മണ്ണ്. അപ്പോൾ ഇത് പെട്ടെന്നൊന്നും എടുത്ത പണി തീരും തോന്നില്ല. അവരിപ്പോൾ മണ്ണിട്ട് ലെവൽ എടുത്താലും പിന്നെ മണ്ണടിച്ചിൽ വരുന്നുണ്ട് കേട്ടോ. മുകളിൽ നിന്ന് കാണുന്നുണ്ടാവും. ഞാനൊരു 4 മാസം മുമ്പേ അങ്ങോട്ട് പോയിട്ട് ഫുള്ള് കുപ്പം വരെ ഞാൻ പോയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനലുണ്ടാവും, പോയി കയറി കണ്ടാൽ മതി. പിന്നെ ആ ഒരു റൂം കാര്യങ്ങളെല്ലാം. വലിയ ക്രൈനാട്ടോ അത്. ക്രൈൻ കണ്ടങ്ങ്. പിന്നെ അവിടെ ഒരു കോൺക്രീറ്റ് മെഷീൻ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ക്രൈം പോലത്തെ സംഘം കാണുന്നുണ്ട്. ഇത് ചെമരിനേക്ക് നമ്മൾ കാണുന്നില്ല, ചെമരിൽ ഇങ്ങനെ സിമെൻറ്റ് പിടിപ്പിച്ച് അത് സെറ്റാക്കുന്ന മെഷീനാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് നമ്മൾ നിങ്ങളുടെ ഉണ്ടാവും റോഡ് സൈഡിൽ ഇങ്ങനെ സിമെൻറ്റ് ചെമരിനേക്ക് ഇങ്ങനെ പിടിപ്പിച്ചിട്ട് കണ്ടില്ലേ, അത് സെറ്റാക്കുന്ന മെഷീനാണെന്ന് തോന്നുന്നു ഇത്. അതെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ വലിയ മെഷീനാകുമ്പോൾ കോൺക്രീറ്റ് നമ്മൾ ചെമരിനിങ്ങനെ സെറ്റാക്കിയിട്ട് കാണുന്നില്ലേ, മണ്ണിടിച്ചിടത്തെല്ലാം അതിൻ്റെ സംവിധാനമില്ല മെഷീനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ചെറിയൊരു മെഷീൻ മാറിയുണ്ട്. എന്തോ തുറക്കുന്ന മെഷീനായിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ നല്ല വെയിലുണ്ട്. നല്ല പെട്ടെന്ന് ഇതൊക്കെ കാഴ്ച കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. വെയിലത്തെ നിൽക്കാൻ പറ്റില്ലടാ. ഇത് ചെറിയൊരു ക്രൈം പോലത്തെ മെഷീൻ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന കാഴ്ചകൾ കാണിച്ചു തരാം.
പിന്നെ ഒരു പഴയ വീടാട്ടെ ഇത്. ഇവിടെ മുമ്പ് വീട് ഉണ്ടായിട്ടുണ്ടാവും, അതിലും ഇടിച്ച് നിരത്തിയിട്ടാണ് ഇപ്പോൾ റോഡ് വരുന്നല്ലോ. ഒരു പഴയ ഒരു വീടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം മഴ പെയ്ത് നല്ലോണം ചളിയുണ്ട് കേട്ടോ. വണ്ടി പാളിപ്പോന്നു. ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് കാറിൻ്റെ. നമ്മളെ പുളിയമ്പറമ്പ് റോഡാട്ടോ. ഞാൻ അവിടെ വണ്ടി വെച്ചിട്ട് അവിടുത്തെ കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങോട്ട് വണ്ടി കയറട്ടെ. ഫില്ലറിൻ്റെ പണി എടുക്കുന്ന കേട്ടോ. ഞാൻ കഴിഞ്ഞ വീടിൻ്റെ താഴെ പോയിട്ട് എടുത്തത്. താഴത്ത് ഫില്ലറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. നമുക്ക് അധികം അങ്ങോട്ട് വീണാൽ അവർ തലയിൽ കലാറ്റം വീണു കേട്ടോ. നമുക്ക് അധികം അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഒരു ഡയമണ്ട് ടൈപ്പിലാണ് ഇവിടുത്തെ ഫില്ലർ കേട്ടോ. മറ്റേ സ്ക്വയറിൻ്റെ ഈ സാധനം ഒരു ഡയമണ്ട് ടൈപ്പിലാണ്. ഉണ്ടോ? അപ്പോൾ കിയേറ്റൂര് കാണുന്നുണ്ടാവും നിങ്ങൾ. ക്യാമറയിൽ അത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് പറയാനില്ല കേട്ടോ. താഴത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷൂട്ട് ചെയ്തത്. അല്ലല്ല, മേലക്കട തന്നെ. ആ അടിയിലേക്കട. പുള്ളിക്കാരൻ ഇത് അടിയിലേക്കട റോഡ് പോകുമെന്ന് ചോദിക്കും. സമ്മതിക്കണം മക്കളെ, സമ്മതിക്കണം. എൻജിനീയറുടെ തല നോക്കിയാട്ടെ. ഈ ഫില്ലർ സ്ക്വയർ ഡയമണ്ട് ഷേപ്പിൽ ചെയ്താൽ ഇത് നിൽക്കില്ല കേട്ടോ. നമ്മൾ സ്ക്വയർ അടിച്ചുമ്പോൾ തള്ളിപ്പോകുന്നതുകൊണ്ടാണ് ഡയമണ്ട് ടൈപ്പിൽ ഇതിങ്ങനെ കോൺക്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഫില്ലർ അതേ കണക്ക് തന്നെ ഫില്ലറും വരും. എന്നുവെച്ചാൽ അത്രയും ഹൈറ്റാണ് ഇവിടെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ ഞാൻ പരമാവധി ചെയ്തുതരാം. അപ്പോൾ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ.